എന്നാൽ ഫ്രീലാൻസിങ്ങിന്റെ കേസ് വരാൻ നേരത്ത് ഇപ്പോൾ ഒരു എഡിറ്റിംഗ് വർക്കോ അല്ലെങ്കിൽ നോർമൽ എന്തെങ്കിലും ഒരു വർക്ക് വന്നാൽ ഫ്രീലാൻസിങ്ങിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി അതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 95 ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടാസ്ക് വരികയാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. നമ്മൾ വെറുതെ പോയിട്ട് പുറത്തുള്ള ഒരാൾക്ക് ആ ടാസ്ക് കൊടുത്ത് ചെയ്യാൻ അത് കമ്പനി പോളിസിക്ക് എതിരാ, അങ്ങനെ ചെയ്യാനേ പാടില്ല. എന്നാൽ ഫ്രീലാൻസിങ്ങിന്റെ കേസ് വരാൻ നേരത്ത് ഇപ്പോൾ ഒരു എഡിറ്റിംഗ് വർക്കോ അല്ലെങ്കിൽ നോർമൽ എന്തെങ്കിലും ഒരു വർക്ക് വന്നാൽ നമ്മളതിന് നിർബന്ധമില്ല. അപ്പുറത്തുള്ള ക്ലയന്റിന് സാധനം ഔട്ട് കിട്ടിയാൽ ആ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ ഒരു ദിവസം 2-3 വർക്ക് ചെയ്തിട്ട് നമ്മളുടെ ടൈം കഴിഞ്ഞു, നമുക്കിത് എന്ത് ചെയ്യാം, ഔട്ട്സോഴ്സ് ചെയ്യാം. അപ്പോൾ അതായത് നമ്മൾ ആദ്യമായിട്ട് വർക്ക് നിങ്ങളെടുത്ത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ക്ലയൻസ് ആയിട്ട് കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുക, അപ്ഡേഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുക. ഒരു വർക്ക് വന്നു നിങ്ങൾക്കപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് പിന്നെ കിട്ടാതിരിക്കുന്ന സിറ്റുവേഷൻസ് ഒന്നുമില്ല. പിന്നീട് ആയാലും അവർ തരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഓണസ്റ്റ് ആയിട്ട് ഒരു റിപ്ലൈ കൊടുക്കും. അതേസമയം നമ്മളൊരു വർക്ക് എടുത്തിട്ട് അതിൽ ഫിനിഷ് ചെയ്യാതെ അപ്ഡേഷൻ ഒന്നും കൊടുക്കാതെ ഗോസ്റ്റൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഫോർ എവർ നമുക്ക് ആ ഒരു ക്ലയൻറ്റ് ലൂസ് ആവും. അങ്ങനത്തെ കാര്യം ചെയ്യാതിരിക്കുക.